കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന പ്രാഥമിക നിഗമനം. റെജിൻലാലിന് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതറിഞ്ഞ സോന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് അവീതമുള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്യുമെന്ന് പറയാനും കഴിയത്തില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പൊള്ളലുള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തില്ല എന്ന് പറയാനും കഴിയത്തില്ല. രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഓൻ തന്നെ വെള്ളം തുള്ളി രക്ഷപ്പെടുന്നത്. ആദ്യം ഒരു ഭയങ്കര സ്ഫോടനം ഉണ്ടായത്. കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിനും ഒന്നും തന്നെ പ്രശ്നങ്ങളില്ല. കാർ ആളി കത്തുന്ന കണ്ടിട്ട് ഓടി വന്നാണ്. മകൾക്ക് ഭർത്തൃവീട്ടിൽ പ്രയാസമുണ്ടായിരുന്നതായി സോനയുടെ മാതാവ് പറയുന്നു. ഭർത്താവ് രജിൻലാലിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇത് വളരെ ഒരു ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, ഐ ആം മുകേഷ് മാധവ്. കോഴിക്കോട് ഗർഭിണിയായ സ്ത്രീ കാറിൽ വെച്ച് തീപിടിച്ച് മരിച്ചു. അതായത് സോന എന്ന് പറയുന്ന യുവതി ഭർത്താവായ റജിലാലുമൊത്ത് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോന പൊള്ളലേറ്റ് മരിച്ചു എന്നുള്ളതാണ് നമ്മൾ കേട്ട വാർത്ത. എന്നാൽ ഇപ്പോൾ സോനയുടെ ബന്ധുക്കൾ പറയുന്നത് അതൊരു ആസൂത്രിത കൊലപാതകമാണ്. എന്തുകൊണ്ട് കാറിനകത്ത് മാത്രം തീപിടിച്ചു? അതൊരു ചോദ്യമായിട്ട് ആദ്യം നിന്നെങ്കിലും പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ ഇല്ലെങ്കിൽ ഇന്ധന ടാങ്കിൽ നിന്നോ ഒന്നും തീ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ തീ എങ്ങനെ വന്നു? ഗർഭിണിയായ സോന ഇരിക്കുന്ന ബാക്ക് സീറ്റിൽ തന്നെ തീ വരണമെങ്കിൽ തീ പുറത്തുനിന്ന് വരാൻ ചാൻസ് ഇല്ല. കാരണം കാർ ക്ലോസ്ഡ് ആയിരുന്നു, ഡോറ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാറിനുള്ളിലുള്ളവർ തന്നെയാണോ തീ ഉണ്ടാക്കിയത് എന്നുള്ളൊരു സംശയം വരും. ഇവിടെ റജിലാൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹം 60% പൊള്ളലോടെ ആശുപത്രിയിലാണ്. എന്നിരുന്നാലും റജിലാൽ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിലുപരി സംശയം ഉണ്ടാകുന്നത്. കാരണം റജിലാലും സോനയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. റജിലാലിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സോന ആത്മഹത്യ ചെയ്യാൻ വരെ പോയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ റജിലാലിനെ ഇക്കാര്യത്തിൽ സംശയിക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്തായാലും ഇപ്പോൾ വന്ന ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ കാറിന്റെ ഉൾഭാഗം മാത്രം എങ്ങനെ കത്തി എന്നുള്ളതാണ്. മുൻഭാഗത്തും പിൻഭാഗത്തും തീ പടർന്നിട്ടുണ്ടെങ്കിലും ബോണറ്റിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഇവിടെയൊക്കെ കുടുംബം ആരോപിക്കുന്നത് റജിലാൽ തന്നെ കത്തിച്ചതാണ് എന്ന രീതിയിലാണ്. അതിന് സംശയം തോന്നാൻ ഇഷ്ടം പോലെ കാരണങ്ങളുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം ഓരോരുത്തരുടെയും മൊഴികൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിലെന്തൊക്കെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. കാരണം മരിച്ചിരിക്കുന്നത് ഒരു ഗർഭിണിയാണ്, അതിന് 2 ജീവനാണ് മരണമടഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ റജിലാലിന് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇതുപോലുള്ള മരണങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കണം. കാരണം സോനയുടെ ബന്ധുക്കൾ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. സോനയുടെ കുടുംബം ആരോപിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ റിജിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ റിജിന് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് കുടുംബം ഇവിടെ വ്യക്തമാക്കുന്നത്. ആ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സോന ഭർത്തൃവീട്ടിൽ വളരെയധികം മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സോനയുടെ അമ്മയായിട്ടുള്ള വസന്ത പറയുന്നത്. ഇവിടെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് അത്ര ബന്ധത്തിലല്ല, അതുപോലെ തന്നെ ഭർത്താവായ റജിലാലുമായിട്ടും അത്ര നല്ല ബന്ധത്തിലല്ല എങ്കിൽ എന്തുകൊണ്ട് ഈ രാത്രിയിൽ ആ ഗർഭിണിയായ സ്ത്രീയെ പേരൻസ് അങ്ങോട്ടേക്ക് അയച്ചു? അവിടെയൊക്കെ ആലോചിക്കേണ്ടത് റജിലാൽ എന്ന് പറയുന്ന വ്യക്തി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗർഭിണിയായ തൻ്റെ മകളെ എന്തുകൊണ്ട് ഈ സമയത്ത് ഈ മദ്യപിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ വിട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പലയിടങ്ങളിലും നമ്മൾ കണ്ടുണ്ട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ പേരൻസ് കുറച്ച് ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു. ചിലപ്പോൾ അറിയാകത്തില്ല, ഭർത്താവ് എന്ന് വിളിക്കുമ്പോൾ ഭാര്യ ഇറങ്ങിപ്പോകാം. ഇനി സോന തന്നെ തീരുമാനിച്ചിറങ്ങിപ്പോയതാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആർക്കും എതിർക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ റജിൻലാലിന് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതറിഞ്ഞ സോന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ എന്നുള്ള കാര്യം ഈ ബന്ധുവായ ഒരു യുവതിയും പറയുന്നുണ്ട്. പിന്നീട് റെയിൽവേ പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് സോനയെ പിന്തിരിപ്പിച്ചതെന്നുള്ള കാര്യമാണ് യുവതി പറയുന്നത്. എന്തായാലും ഈ ഭർത്തൃവീട്ടിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം ഉന്നയിക്കുന്നത്. പലതവണ ഈ സോനയെ വീട്ടിൽ പട്ടിണി കിട്ടിയിരുന്നു, ഭർത്തൃവീട്ടിൽ പട്ടിണി കിട്ടിയിരുന്നുള്ള കാര്യം കൂടെ സോനയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. സോന കുടുംബവുമായി ബന്ധപ്പെടുന്നത് ഈ ഭർത്തൃവീട്ടുകാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കുടുംബം പറയുന്നുണ്ട്. ഇപ്പോൾ ഗർഭിണിയായ ശേഷം മാത്രമാണ് സോനയുമായി അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ബന്ധപ്പെടുന്നത്. 2 മാസത്തോളം ശേഷം ഈ സോന പാലേരിയിലെ സോനയുടെ വീട്ടിലായിരുന്നു. പിന്നീടാണ് റിജിന്റെ കക്കറമുക്കിലെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്. ഈ സംഭവം നടക്കുന്ന ദിവസവും അവർ ബന്ധുവീട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളത് ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമാണ്. റജിലാലിന് 60% പൊള്ളലുണ്ട്, റജിലാൽ കൊലപ്പെടുത്താനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും പൊള്ളലേൽക്കുമോ എന്നുള്ള കാര്യമൊക്കെ പലരും പറയുന്നുണ്ട്. ശരിയായിരിക്കാം, റജിലാൽ നിരപരാധിയായിരിക്കാം. പക്ഷേ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം തീയാണ്. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ അല്ലെങ്കിൽ തീ പടർത്തുന്നതിനിടയിൽ തീ അപ്രതീക്ഷിതമായിട്ട് തീ ഉണ്ടാക്കിയ ആളിലേക്ക് വരാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെ പറ്റിയ പൊള്ളലാണോ എന്നും അറിയത്തില്ല. അവിടെയൊക്കെ റജിലാലിന് വില്ലനായിട്ട് വരുന്നത് കാറിൽ നിന്നും തീപിടുത്തം ഉണ്ടായിട്ടില്ല. ഇന്ധന ടാങ്കിൽ നിന്നോ ഇല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നോ ഒന്നും
കാറിനുള്ളിൽ തീ പടർന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ കാറിനുള്ളിൽ തീ വന്നു, അതും പിൻസീറ്റിൽ എങ്ങനെ തീ വന്നു, അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അവിടെയൊക്കെ സംശയം തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് സോന നിലവിളിച്ചില്ല, അല്ലെങ്കിൽ സോനയുടെ നിലവിളി ശബ്ദം ആരും കേട്ടില്ല? അതുപോലെ തന്നെ ആ സ്ഥലം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. തൊട്ടടുത്ത് ചെറിയ അരുവി പോലെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ ചിന്തിക്കാം, ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ തനിക്ക് പൊള്ളലേക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓടി ആ വെള്ളത്തിലോട്ട് ചാടി രക്ഷപ്പെടാം എന്നുള്ള രീതിയിലാണോ ഇങ്ങനൊരു സംഭവം ചെയ്തത് എന്ന് പലരും ചിന്തിക്കാം. അതായത് പോലീസിൻ്റെ ഭാഷയിലാണെങ്കിൽ കാറിൻ്റെ പിൻസീറ്റിൽ തീയിട്ട സമയത്ത് തീ തന്നിലേക്ക് പടരാൻ ചാൻസ് ഉണ്ടെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി വെള്ളമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിലും പറയാം. അത് പോലീസിൻ്റെ ഭാഷയിൽ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. അത് നമുക്ക് ആ സ്ഥലം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നലെ ഇവിടെ ഉണ്ടായ ഒരു അപകടത്തിന്റെ ഞെട്ടിൽ നിന്നും നാട്ടുകാർ ഇപ്പോഴും മുക്തരായിട്ടില്ല. നമുക്ക് ആ കാർ ഇപ്പോൾ മൂടിയിട്ടത് കാണാം. ഈ കാറാണ് ഇന്നലെ ഈ പോകുന്ന പോക്കിൽ കത്തിയത്. ഈ കക്കറമുക്ക് എന്ന സ്ഥലം ഇവിടെ നിന്നും ഒരു 1.5 കിലോമീറ്റർ അവിടെയായിരുന്നു ഈ മരിച്ച സോനയുടെയും വീട്. അപ്പോൾ ഭർത്താവിനൊപ്പം സോനയും ആശുപത്രി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് വീട് എത്താൻ ഏറെക്കുറെ 1.5 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കാർ കത്തിയതും ഒരു സ്ഫോടനം ഉണ്ടായതും. അപ്പോൾ ഈ ഭർത്താവ് മുൻസിറ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അദ്ദേഹം ഇവിടെ ഈ സ്ഥലം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. തൊട്ടടുത്ത് തന്നെ വെള്ളമുള്ള ചെറിയൊരു അരുവി, അതായത് തീ അപ്രതീക്ഷിതമായിട്ട് തന്നിലേക്ക് പടരുകയാണെങ്കിൽ തന്നെ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആലോചിച്ചു കൂട്ടിയെടുത്തൊരു സ്ഥലം. ഇവിടെ ഓർക്കണം, ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. അങ്ങനെയെങ്കിൽ ഈ സ്ഥലം അദ്ദേഹത്തിന് പരിചയമുള്ള സ്ഥലമാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ അവിടെയുള്ള ആളുകൾ ഈ വ്യക്തിയെ അറിയണം. ആ അറിവ് ഈ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള മൊഴിയാക്കിയെടുക്കാനും സാധിക്കില്ലേ എന്നുള്ളതാണ് അടുത്ത സംശയം. ഒരുപക്ഷെ ദൃക്സാക്ഷികളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് തന്നെ മൊഴി പറയത്തുള്ളൂ. പക്ഷേ റെജി എന്ന് പറയുന്ന ഈ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അല്ല, നിരപരാധിയാണെങ്കിൽ ആ തീ എങ്ങനെ കാറിൻ്റെ പിൻസീറ്റിൽ വന്നു എന്നുള്ളത് അറിയേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം റജിലാലിനെ സംശയിക്കുന്നതിൽ ഒരു കുറ്റവും പറയാൻ കഴിയത്തില്ല. എന്തായാലും സോനയുടെ ബന്ധുക്കൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ മരുമകളാണ്. അതിൽ വളരെ വിദൂരമായ സംഭവമാണ് കാണുന്നത്. അവൾ കാറ് കത്തിയത് തന്നെ അത് കാറിൻ്റെ അവസ്ഥ ഞാൻ കണ്ടാന്ന് വളരെ അവിടെയുള്ള അയൽവാസികളൊക്കെ നാട്ടുകാർ പറഞ്ഞത് ഇത് നല്ല ശബ്ദത്തോടു കൂടിയ പൊട്ടിയിരിക്കുന്നതെന്നാണ്. അതിൽ കണ്ടുനോക്കുമ്പോൾ അതിൻ്റെ എൻജിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ബന്ധുക്കൾ സംശയിക്കുന്നതിൽ ഒരു കുറ്റവുമില്ല. കാരണം റജിലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ സോന എന്ന് പറയുന്ന ഗർഭിണി ആത്മഹത്യ ചെയ്യാൻ തന്നെ പോയ ഒരു വ്യക്തിയാണ്. പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ള കഥയാണ് നമ്മൾ കേട്ടത്. അങ്ങനെയുള്ളപ്പോൾ സംശയം സ്വാഭാവികമാണ്. കാരണം തീ എവിടെ നിന്നാണ് ഉണ്ടായെന്ന് അറിയില്ല. അവിടേക്കാണ് ആ സന്ദർഭത്തിലൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് എന്തുകൊണ്ട് സോനയുടെ നിലവിളി ആരും കേട്ടില്ല? സോന പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് മരിച്ചോ? അവിടെയൊക്കെ ആദ്യം കണ്ടവർ പറയുന്നുണ്ട് ആദ്യം ഒരു ശബ്ദമുണ്ടായി, ആ സമയത്ത് സോനയുടെ സൗണ്ട് കേട്ടില്ല. അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട് ആ സമയത്ത് പുകയാണ് ഉണ്ടായത്, അവിടെ റജിലാൽ മാത്രം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി, ബാക്കിയെല്ലാം ലോക്കായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ അത് ലോക്കായി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്നുള്ളതും സംശയം തോന്നിക്കുന്നതാണ്. ഇവിടെയൊക്കെ ദൃക്സാക്ഷികൾ എന്ന് പറയുന്നത് റജിലാലിൻ്റെ കൂട്ടുകാരോ റജിലാലിൻ്റെ വീടിന് അടുത്തുള്ളവരാണ് എന്നുകൂടി തന്നെ ഓർക്കണം. അതുകൊണ്ട് തന്നെ അവരൊക്കെ റജിലാലിനെതിരായിട്ട് മൊഴി നൽകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അന്നത്തെ ആ ന്യൂസ് കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ ആർക്കും തോന്നും. ഒന്ന് കേട്ടു നോക്കാം. തുടർന്ന് ഏറെക്കുറെ തീഗോളമായി ഇദ്ദേഹം പുറത്തെത്തി. ആ ശബ്ദം കേട്ട് കത്തുന്ന മുമ്പ് ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു നാട്ടുകാർ പറയുന്നു. അതിനുശേഷം നാട്ടുകാർ കൂടുകയായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ നമുക്കൊപ്പം ചേരുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൈക്കൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടായൊരു സംഭവം എന്ന് പറയാമോ? ഇന്നലെ ഒരു 9:30 ആണ് ഈ ഭയങ്കര ബ്ലാസ്റ്റിങ്ങിൻ്റെ ഇത് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓടി വന്ന് ഇവിടെ. അപ്പം ഇവിടെ ഈ ഇവിടെയുള്ള സ്ത്രീ കണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു തീഗോളം പുറത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ അവിടെയുള്ള തോട്ടിലേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ഡ്രൈവ് ചെയ്ത ആൾ രജിൻലാൽ അങ്ങനെ ആണ്. ഇപ്പോൾ അതെ, സോന വണ്ടിയിൽ കിടക്കുന്നത് ആരും അറിയുന്നില്ല. അവിടെയൊക്കെ സോന എന്തുകൊണ്ട് നിലവിളിച്ചില്ല, ഇല്ലെങ്കിൽ സോന എന്തുകൊണ്ട് ബഹളം ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതോ ഇനി സോനയ്ക്ക് ആ സമയത്ത് ബോധമുണ്ടായിരുന്നില്ലയോ, ഇല്ലെങ്കിൽ സോന അതിനു മുമ്പ് മരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ അതൊക്കെ അറിയേണ്ടതുണ്ട്. അവിടെയാണ് ബന്ധുക്കൾക്ക് സംശയം. കാറിൽ നിന്നും തീ പിടിച്ചിട്ടില്ല എങ്കിൽ, അതുപോലെ തന്നെ കാറിൻ്റെ പുറത്തൊന്നും ഒരു കുഴപ്പമില്ല എങ്കിൽ എങ്ങനെ കാറിനുള്ളിൽ തീ പിടിച്ചു, അതും പിൻ സീറ്റിൽ? അവിടെയൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ അവൻ പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ നോക്കിയാലും കണ്ടില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ മുകളിലെ വുഡ് താഴേക്ക് വീണിട്ട് ഒരു റെക്സിൻ താഴോട്ട് വീണുകൊണ്ട് ഞങ്ങൾക്കൊരു ബാഗായിട്ടേ തോന്നുള്ളൂ. അങ്ങനെ അവസാന നിമിഷമാണ് തീയെല്ലാം വളരെ പെട്ടെന്ന്. എന്നുവെച്ചാൽ അത്രയും തീ
നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് പിന്നെ പിന്നിലെ 2 ഡോറും തുറക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവരവിടെ അവസാനമാണ് ഒരാളുണ്ട് നമ്മൾ അറിഞ്ഞത്. പക്ഷെ എന്നാലും ആംബുലൻസ് എത്തുമ്പോഴത്തേക്ക് തന്നെ ആൾ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ പരിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം മെഡിക്കൽ കോളേജിലുള്ള ചികിത്സയിൽ 60% പൊള്ളലുണ്ട്. നല്ല പരിക്കാണ്. പുറകെല്ലാം ഇതാക്കിയിട്ട് ഇപ്പം കേട്ടതെന്ന് വെച്ചാൽ 60-65% ബേൺ ഉണ്ട് എന്നാണ് കേട്ടത്. ഇതാണ് PG പറയാനുള്ളത്. നേരത്തെയൊക്കെ ഓടുന്ന കാറിന് തീപിടിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. പക്ഷേ അതിന് ഒരാൾ അടുത്ത് അതിൻ്റെ അകത്തുള്ള ഇവിടെ നാട്ടുകാർക്കൊക്കെ ഇതിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം സംഭവം നടക്കുന്നത് രാത്രി 9 മണിക്കാണ്. 9 മണിക്കൊരു ശബ്ദം കേൾക്കുന്നു, ആളുകൾ അവിടേക്ക് വരുന്നു, റെജിലാൽ കാറിൽ നിന്ന് തീകോളമായിട്ട് പുറത്തേക്ക് പോകുന്നു. അകത്ത് സോനയുടെ ഒരു നിലവിളി പോലും ആരും കേൾക്കുന്നില്ല, സോനയുടെ ഒരു ശബ്ദവും ആരും കേൾക്കുന്നില്ല. ഇനി ബോധം പോയതാണോ, അവിടെ ആ ഗർഭിണിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, തീ മറ്റൊരു തരത്തിൽ ഉണ്ടായതാണോ എന്നുള്ളതൊക്കെ പലർക്കും സംശയം തോന്നാം. അവിടേക്കാണ് തീ മറ്റൊരു തരത്തിൽ ഉണ്ടായില്ല എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ പിന്നീട് എങ്ങനെ തീ ഉണ്ടായി എന്നുള്ള സംശയം വരുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ഭർത്താവായ റജിലാലിനെ സംശയിക്കുന്നത്. അവിടെ ഭർത്താവായ റജിലാലിന് വേറൊരു അവീതമുള്ളതും സോന ആത്മഹത്യ ചെയ്യാൻ പോയതുമൊക്കെ തിരിച്ചടിയായിട്ട് തന്നെ വരത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പല ആളുകളും പല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. പിന്നെ ഇവിടെ അടുത്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആടിന് എല്ലാവരും വന്ന് 5-6 ബക്കറ്റ് കൊണ്ടാണ് വന്നത്. പിന്നെ ഞാനും ബക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്പി എടുത്തിട്ടുണ്ടെന്ന് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കെടുത്തിനായിക്ക്, പക്ഷേ രക്ഷപ്പെടുത്താനായില്ല എന്നുള്ള സങ്കടം ഞങ്ങൾക്ക്. ജീവൻ ഉണ്ട് എന്നല്ലാണ്ട് ഏതാണ്ട് 90% പൊള്ളിപ്പോയിക്കോ. സീറ്റ് ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വീട് ഇവിടെ തന്നെയാണോ? എന്റെ വെട്ടവിടാം. പെട്ടെന്ന് ആളുകൾ പെട്ടെന്ന് ഓടി, എല്ലാവരും ആളുകളൊക്കെ ഓടി എത്തിയിട്ട് ഈ തീ പിടിച്ച് ഡോറ് തുറക്കാനായിട്ടില്ല. ബേക്കൽ ഡോറ്. റജിൻലാൽ എങ്ങനെയുണ്ട്? റജിൻലാലിന്റെ അവസ്ഥ അബദ്ധാന്നല്ല കേട്ട്. മെഡിക്കൽ കോളേജ് 60% പൊള്ളേറ്റ് കാണുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കാണുമ്പോ എങ്ങനെ ഓനിങ്ങനെ നിൽക്കണമെന്നാവില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനെ കളിക്കുക പാവം. ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ പെരുമാറ്റാൻ സംസാരിക്കാനാണ് ഓൻ പറഞ്ഞിരിക്കുക എന്റെ ഭാര്യയിലുണ്ടെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ഭാര്യനെ കാണുന്നില്ല. അതിന്റെ മേലത്തെ ഈ ചൂട് തൽക്കാനുള്ള സാധനല്ലേ അത് കത്തിയിട്ട് എവിടെ മേത്ത് വീണ് വയ്ക്കും. തീ കെടുത്തിയാൽ പിന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഓൻ തന്നെ വീട്ടിൽ വെള്ളത്തിൽ തുള്ളി രക്ഷപ്പെടുന്നത്. ഓൻ കാല് തോന്നി ആദ്യം ഒരു ഭയങ്കര ആ സ്ഫോടനം കേട്ടാണ് ഞങ്ങൾ വരുന്നത്. അന്നേരം തീ പടർന്നത് കാണും. അവിടേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇവിടെയൊക്കെ റജിലാലിനെതിരായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റജിലാൽ മദ്യപിച്ചായിരുന്നു വണ്ടി ഓടിച്ചിരുന്നു എന്നുള്ള കാര്യം, അതൊരു നെഗറ്റീവായിട്ട് തന്നെ റജിലാലിന് വരും. ഇതിന്റെ സ്വാഭാവികമായ കത്തലാണ് എങ്കിൽ അത് മുൻവശത്തു നിന്നാണ് കത്തേണ്ടിയിരുന്നത്. പക്ഷേ പുറകുവശത്തു നിന്നാണ് കത്തി തുടങ്ങിയത്. മാത്രവുമല്ല വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്, നാട്ടുകാരും അത് ആവർത്തിക്കുന്നുമുണ്ട്. ഏതായാലും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഭർത്താവിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മദ്യപിച്ചാണ് ഇന്നലെ രജിൻലാല് സോനയെ കൂട്ടാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയത് എന്നും പറയുന്നുണ്ട്. ഏതായാലും DYSP അടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം വേണമെന്നാണ് ഇവർ. അതെ, മുന്നിലുള്ള ഡോർ തുറക്കാൻ കഴിയുമായിരുന്നു, പിന്നിലുള്ള ഡോർ തുറക്കാൻ കഴിയുന്നില്ല. ആ അവസ്ഥയിലായിരുന്നു. അവിടെയും റജിലാലിനെ തന്നെ സംശയിക്കേണ്ടി വരും. ഒന്നാമത് തീ എങ്ങനെ ഉണ്ടായെന്നറിയത്തില്ല, എന്തുകൊണ്ട് ഫ്രണ്ടിലെ ഡോർ മാത്രം ഓപ്പൺ ചെയ്തു, ബാക്കിലെ ഡോർ ഓപ്പൺ ചെയ്തില്ല എന്നുള്ളതൊക്കെ സംശയമായിട്ട് വരും. ഇനി അത് പൊട്ടിത്തെറിയിൽ ലോക്കായി പോയതാണോ എന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ റജിലാലിന് മറ്റൊരു അവീതമില്ലായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ സോനയുമായിട്ട് പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ റജിലാലിനെ ആരും സംശയിക്കില്ലായിരുന്നു. ഇവിടെ റജിലാലിന് ഇങ്ങനെ ഒരു അവീതം ഉള്ളത് കൊണ്ട് റജിലാൽ കുറ്റക്കാരനാണെന്നും പറയാൻ കഴിയത്തില്ല. എന്നിരുന്നാലും ഒരു ഗർഭിണിയായ യുവതിയാണ്. ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ബന്ധുക്കൾ സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റജിലാലിന് ശിക്ഷ കൊടുക്കണം. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിനൊരു കാമുകി ഉള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാവണമെന്നില്ല. ഇനി അപ്രതീക്ഷിതമായിട്ട് തീ ഉണ്ടായതാവാം, പക്ഷേ ആ തീ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. ഒരു പൊട്ടിത്തെറിയാണ് അവിടെ നടന്നത്. ആ പൊട്ടിത്തെറിക്ക് എന്തായാലും ഒരു കാരണം കാണും. അതുകൊണ്ട് തന്നെ സംശയിക്കാനുള്ള ഇഷ്ടം പോലെ വക റജിലാലിനെതിരെയുണ്ട്. കൊലപാതകമാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. റജിലാലും ഹോസ്പിറ്റലാണ്, 60% പൊള്ളലുണ്ട്. ഈ 60% പൊള്ളലുള്ളത് കൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് റജിലാൽ നിരപരാധിയാണെന്ന്. അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ 60% പൊള്ളലുള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അവിടേക്ക് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന് അവീതമുള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്യുമെന്ന് പറയാനും കഴിയത്തില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പൊള്ളലുള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തില്ല എന്ന് പറയാനും കഴിയത്തില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. ജീവൻ നഷ്ടമായത് 2 പേർക്കാണ്. ഇതിനു മുമ്പും ഇങ്ങനെയുള്ള മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.